വീട്ടിലെ പരുവക്കേട് കാരണം ഉള്ള രോഗങ്ങൾ വീട്ടിൽ പറയാതെ പാത്ത് നടക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടമാണമ്മേ. വീട്ടിലെ പരുവക്കേട് കാരണം രോഗം ഉള്ളത് മക്കളോടും ഭർത്താവിനോടും പറയാതെ നടക്കുന്ന അമ്മമാരുണ്ട്. എല്ലാവരും അമ്മേ, എല്ലാവരെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ കാര്യത്തിൽ മനുഷ്യനും ഭൗതിക ജീവിത സാഹചര്യവും പരാജയപ്പെട്ടിരിക്കുന്നു. അമ്മ എല്ലാവർക്കും വേണ്ടിയും മധ്യസ്ഥം വഹിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണം തന്നെ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരന്തം ഉണ്ടായിരിക്കുന്നു. ജീവിതം തന്നെ ദുരന്തമായി മാറിയിരിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ ഹല്ലേലൂയ തിരുമുൻപിലാ അനുമോടെ നോക്കണമേ. വലത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണുകളടച്ച് അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പഠനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചുള്ള അതിന് ഓട്ടിസമായിപ്പോയി. ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ധൈര്യമില്ല. അതും ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുന്നവരെ അവർക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ വലതുകരം എല്ലാ കുടുംബങ്ങളിലും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേസുള്ളവരെ, കേസിൻ്റെ സാക്ഷ്യവിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ആ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നവർ, അമ്മ തന്നെയായിരിക്കണം ജഡ്ജി. അങ്ങയുടെ മക്കളെ ഇനി കണ്ണീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകാതിരിക്കാൻ വിധി പറയാൻ വെച്ചിരിക്കുന്ന എല്ലാം, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയെ കേൾപ്പിക്കുന്ന. വിസ നഷ്ടപ്പെട്ടവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്, അനധികൃതമായി താമസിച്ചിട്ട് ഗവൺമെൻറ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരെവിടെ പോകാനാണ്? അവിടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുകയാണ്. അവർക്കൊരു ഒരിടവും പരിയോടവും ഇല്ലാതെ അവർ നട്ടം തിരികെയാണ്. അവരെല്ലാം അമ്മ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു. വഴിമുട്ടിപ്പോയ മക്കള് അവരെല്ലാം സ്പർശിക്കണം. ഭാഗോടമ്പടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം കൈകാര്യം ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാനായപ്പോൾ മക്കളും ഭാര്യയുമായിട്ട് ജീവിക്കാനായപ്പോൾ ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലും ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ അവിടെ ഓഹരിയും കിട്ടി. അവർക്ക് മുടക്കുമില്ല, അവരെ രക്ഷപ്പെട്ടു. ഇനി എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. സ്വരത്തി കൈ ഉയർത്തി പറഞ്ഞേ, മക്കളെ, എൻ്റെ എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവസ്നേഹത്തോടെ തിരുമുൻപിലാ അനുമോടെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത
പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി കർത്താവിനെ ഓർത്ത് സമർപ്പിതരാകാം. നമ്മെ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പലരും വലിയ പണമെടുത്ത് മുടക്കിയും കടം വാങ്ങിച്ചൊക്കെ പഠിച്ചിട്ട് അവർക്കിപ്പോൾ ഒന്നും മനസ്സിലാവണില്ല. ഇട്ടച്ചും പോരാൻ തോന്നണില്ല. വീട്ടുകാരുടെ കണ്ണുനീര് ഓർത്തിട്ട് ഇട്ടച്ചും പോരാൻ തോന്നണില്ല. പഠിക്കാൻ പറ്റണമില്ല. അങ്ങനെ വല്ലാത്ത വീർപ്പ് മുട്ടൽ ജാപിക്കുന്നവർ ഈ നിമിഷം കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധരേ പരമോന്നതാ യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അനുമോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നിന്റെ മുമ്പിൽ സന്നിധിനായിരിക്കണത്. നീ സ്വന്തമായിട്ടും പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്നും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങളെ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ മുഴുവൻ നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യം അൾത്താറ് മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം പ്രസരിക്കുന്ന സമയമാണ്. ദൈവവേദരെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം വേർപെടാൻ പോകുന്നവർ, വേർപെട്ട് കഴിഞ്ഞവർ, കേസിലായിരിക്കുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ജീവിത പങ്കാളിയെപ്പോലും കിട്ടാതിരിക്കുന്നവർ, വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തവർ, എല്ലാ വർഷങ്ങളായിട്ട് പെര ഉച്ചുകുത്തിപ്പോയവർ, ഉറഞ്ഞു പോയവർ, അവിടെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നവർ, ഇനി എവിടെ പോയി പൊറുക്കുമെന്ന് അറിയാത്തവർ, എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇങ്ങനെ ഈ ബിബിനും ജോസും കൂടി അവിടുന്ന് രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണവരാണ്. അവർ പറഞ്ഞു നമുക്കൊന്ന് ഇവിടുന്ന് ചേഞ്ച് ചെയ്താലാ. അപ്പം അവർ ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് രാജഗിരിയിൽ നിന്ന് രാജിവെച്ച് അവർ മലേഷ്യയിലിട്ട് പോയി. അവർക്ക് ഇൻ്റർവ്യൂ കിട്ടി, അവരവിടെ ചെന്നു. അവർക്ക് വിസ കിട്ടി, അവരവിടെ ചെന്നു. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെല്ലുമ്പോൾ അവിടെ ലോക്കൽ നിയമങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ജോലി കിട്ടാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർ ഈ ഓരോ CV ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ദുബായിലൊക്കെ പോയി നിന്നിട്ട് നമ്മുടെ ആൾക്കാർ പിള്ളേർ അവിടെ പോയി നിന്നിട്ട് ഏതെങ്കിലും ആൻറ്റിയുടെ അങ്കിളിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ആണല്ലോ അവർ എല്ലായിടത്തേക്കും CV അയക്കണത്. അയക്കുമ്പോൾ അവരെ കോൾ ഫോർ ചെയ്യും. പിന്നെ അവിടെ പോയി നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും. പിന്നെ കമ്പനി നമുക്ക് വിസ അയച്ചു തരും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാം. വിസിറ്റ് വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ വിസിറ്റ് വിസ എടുത്തിട്ട് 10-25 ദിവസം നിന്നിട്ട് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഈ വിസിറ്റ് വിസ എടുത്ത് പോയെങ്കിലും കമ്പനികളൊന്നും ഇൻ്റർവ്യൂ ഒന്നും ഒക്കണില്ല. ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഒക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ രാജഗിരിയേക്കാൾ മെച്ചമായിട്ടുള്ള ഇതിനേക്കാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവർക്ക് പോകേണ്ടത്. അങ്ങനെയുള്ള അവിടെ അതിനുള്ള നിയമങ്ങളൊക്കെ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഒരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വിപിനാണ് ഒരു ഡോക്ടർ, ഹസ്ബൻഡ്. പിന്നെ
ജോത്സനാണ് വൈഫ്, രണ്ടുപേരും ഡോക്ടറാണ്. അപ്പോൾ ഇവർ നല്ല ഹൈ പ്രൊഫൈലുള്ളവരാണ്. ഹൈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഞാനീ സാക്ഷ്യം പറയേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യം ഇതെല്ലാം ടെക്നിക്കൽ ടേംസുമാണ്, എല്ലാവർക്കും നമ്മുടെ അമ്മച്ചിമാർക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നുവെച്ചാൽ ഹൈ പ്രൊഫൈൽ അവർക്ക് നല്ല മെരിറ്റുണ്ട്, അവർക്ക് പ്രൊഫൈലുണ്ട്. ഇപ്പോൾ ജോത്സനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ഇൻ്റർനാഷണൽ ജേണലിലൊക്കെ അവിടെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്, സയൻറ്റിഫിക് ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള എവിടെ പോയാലും കൈമുത്തിക്കൊണ്ടവർ എടുക്കും, ഒരു സംശയമില്ല. കാര്യം അവർക്ക് മെരിറ്റുണ്ട്. അതാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെരിറ്റുണ്ട്. അപ്പം അതുകൊണ്ട് പക്ഷേ ഇവരവിടെ ചെന്നെങ്കിലും മെരിറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം മെരിറ്റ് വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ജോത്സന വിസ വീണ്ടും ഒന്ന് പുതുക്കിയിട്ട് രണ്ടാമത് പോകാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു പ്രസംഗം കേട്ട്. എന്താ കാര്യം? നിങ്ങളുടെ മെരിറ്റ് നമ്മുടെ മെരിറ്റ് വർദ്ധിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് മെരിറ്റ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഈ ബിബിൻ എന്ന് പറഞ്ഞ ആരാണ്? ബിബിൻ ഒരു പൾമനോളജിസ്റ്റാണ്. എന്നുവെച്ചാൽ ഈ ശ്വാസകോശങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ ചൈൽഡായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ശ്വാസകോശ വിദഗ്ധനാണ് പുള്ളി. MD ആണ്. MD എന്ന് വെച്ചാൽ MD ICUവിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ICU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈനിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, അവരെ ട്രീറ്റ് ചെയ്യാനാണ് ആൾ ഡെഡ് ലൈൻ. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ലത്. MD എടുത്തുകൊണ്ട് പൾമനോളജിസ്റ്റാണ്, ചൈൽഡായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഡോക്ടറാണ്. പക്ഷേ അത് ICUവിലെ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ അത്രയും അധികം ആൾക്കാരെ ഉണ്ടാകത്തില്ല, വളരെ ചുരുക്കി വരെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിനുള്ളൊരു ആണ് ഇവർ അവരുടെ മനുഷ്യരെ പോയിരിക്കണത്. അവിടെ ചെല്ലുമ്പോഴും ഇയാളുടെ പ്രൊഫൈലിന് ഇത്രയും വെൽ റിക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിൽ ഇത്രയും എക്സ്പീരിയൻസ് അല്ലേ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഇതെല്ലാം മെരിറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ 50 ലക്ഷം രൂപ നമുക്ക് FD ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകത്തുള്ളത്. നമ്മുടെ മെരിറ്റാണ് വില്ലനായിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോത്സനെ പുതുക്കാൻ വന്നപ്പോൾ ജോത്സന അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ട്. എന്താണ്? നിങ്ങൾ ഓവർ മെരിറ്റുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന്. അത് അവർക്ക് വേണ്ടി ഈശോ എൻ്റെ കൂടെ സംസാരിച്ചതാണ്. അവരുടെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈശോ സോഷ്യൽ കൗൺസിലിംഗ് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചാൽ നിങ്ങൾ ഓവർ മെരിറ്റുള്ള ആൾക്കാരെ മെരിറ്റ് സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രസംഗത്തിലുള്ളതാണ്. വെച്ചാൽ ഓവർ മെരിറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇവർ രണ്ടുപേരും ഹൈ മെരിറ്റ്സ് ഉള്ളവരും അവർ ഹൈ പ്രൊഫഷ്യൻസി ഉള്ളവരാണ്. അതിന് പ്രൊഫഷണലിസ്റ്റാണ്, അതിന് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ റെപ്യൂട്ടേഷനുണ്ട്, എല്ലാം ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇവരാകുമ്പോൾ ആരാരും ഇവർ എടുത്തോളൂ എന്നാണ് ഇവർ പറയണത്. പക്ഷേ ഇവരാരും എടുക്കണില്ല, ഇവരെടുക്കണില്ല. ലോക്കൽ നിയമങ്ങളെല്ലാം വ്യത്യാസമുള്ളത് കണ്ട് ഇവരെടുക്കണില്ല. അപ്പോൾ ഇവർക്ക് പെട്ടതുപോലെ തോന്നി. ഇനി കുഞ്ഞിനെയും കൊണ്ടുപോയിട്ടുണ്ട്, കുഞ്ഞിനെയും പഠിപ്പിച്ചെടുക്കണം അവിടെ. ഇവിടെ നിന്നെല്ലാം TC എല്ലാം കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അവരവിടെ പെട്ടെന്ന് പറയുക. അവർക്ക് പെട്ട് കഴിഞ്ഞപ്പോൾ ജോത്സ്യനും വിപിനും പറഞ്ഞ് അവർ ഷെയ്ക്കായി. അവർ ക്ലച്ച് പിടിക്കണില്ല, ഇനി തിരട്ടനടിക്കാനും പറ്റണില്ല, അവിടെ നിൽക്കാനും പറ്റണില്ല ഒരു വിഷയം. അപ്പോഴാണ് ഈ സ്റ്റാറ്റസ് ലോയിങ് കേൾക്കുന്നത്. കാര്യം ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു സിമ്പിൾ പ്രെയർ അല്ല. ഇതിൻ്റെ കുറേ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസൊക്കെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് ആപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ എപ്പോഴും എനിക്ക് കർത്താവിനെക്കുറിച്ച് കുറേ ധാരണകൾ തന്നിട്ടുണ്ട്. ബൈബിളില്ലാത്ത ഞാനൊന്നും പറയത്തില്ല. അതായത് സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അതാണ് ഫിലിപ്പി 2:6 പറയണത്. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ
ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി ദൈവമായുള്ള സ്റ്റാറ്റസ് നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല. ഇപ്പം നിങ്ങൾ ഡോക്ടറാകാം, കളക്ടറാകാം, ആ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല. എന്താ കാര്യം? സ്റ്റാറ്റസാണ് നിങ്ങളുടെ ദൈവം. ഇതിൻ്റെ വിഷയം തന്നെ വിഷയമാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതൊന്ന് വെടിപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, അതർ ഗോഡെന്ന് പറയുന്ന ആൾ ഈ സ്റ്റാറ്റസാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇത് അതർ ഗോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലേ ബൈബിളിൽ? ഞാനല്ലാതെ മറ്റൊരു ദൈവം, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, മറ്റൊരു ദൈവം ഇല്ലല്ലോ. പിന്നെ ഉള്ള ദൈവം ഏതാണ്? അപ്പം നമ്മൾ ഓർക്കും വേറെ ഓരോ മതക്കാർക്കും ഓരോ ദൈവമെന്ന്. അതല്ല സംഭവം. മറ്റൊരു ദൈവം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, നമ്മുടെ സ്റ്റാറ്റസ് തന്നെ, ഞാൻ കുറഞ്ഞ പുള്ളിയല്ല, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വീടിൻ്റെ നില കൂട്ടിക്കൊണ്ടിരിക്കണില്ലേ? അതൊരു ദൈവം കളിയാണേ. വീടിൻ്റെ അപ്പടെ 2 പേരേ ഉള്ളൂ വീട്ടിൽ. 2 പേരും കാണത്തില്ല. മക്കളെല്ലാം ആസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെയാണ്. ഇവിടെ അപ്പാപ്പനും അമ്മാമ്മയും മാത്രമേ ഉള്ളെങ്കിലും ഒരു 16 മുടി വെച്ചിടും. ഈ വെക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരാരും ഇവിടെ വരാൻ പോണില്ല, ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, ഇത് കണ്ടവൻ കൊണ്ട് തിന്നുമെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും മുറിക്ക് എണ്ണം കുറക്കത്തില്ല. എന്താണ്? ഞാനാണ് ദൈവം. അതാണ് വിഷയം. അത് സംഭവത്തിലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വിറ്റ് കളയാണ്ടാണ്. പെട്ടവരൊക്കെ വിൽക്കുന്നു നോക്കിയോ. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയാൽ സ്വന്തം ദൈവമായിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ അധമവികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. റോമർ 1:29. അതാ വിഷയം. ഈ നമ്മുടെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത് ഞാനാണ് ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പ്രലോഭനം എല്ലാം കൂടി ഇങ്ങനെ കാക്കയെപ്പോലെ ആർത്തിരമ്പണത് ഇവിടെയാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നെ ദൈവമാക്കുന്ന കുറേ സംഭവങ്ങളൊന്ന് ഇപ്പോൾ ഇവർ തന്നെ നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ പ്രൊഫഷനിൽ ഇവർ ഓക്കെയാണ്, എക്സ്പീരിയൻസ് ഓക്കെയാണ്, പ്രൊവിഷൻസി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. എന്താണ്? ഈ വിഷയത്തിൽ ഇവരാണ് ദൈവം. പക്ഷേ വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോഴാണ് ജോത്സന ഒരു പ്രശ്നം കേൾക്കണത്, സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന്. സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതിന് ഉടമ്പടിയിൽ മാത്രമേ, ഇപ്പോൾ നൊവേന കൂടിയ സ്റ്റാറ്റസ് ലോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതൊരു സിമ്പിൾ വോക്കൽ പ്രെയറാണ്. ഇത് ഉടമ്പടി അങ്ങനെയല്ല, ഇത് പ്രോജക്റ്റ് പ്രെയറാണ്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് പ്രെയറാണ്, പക്ഷെ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ലോയും കണ്ടൻറ്റാണ് കിടക്കുന്നത്. കാരണം പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ തകർന്നു പോയാൽ അവന് ഇപ്പോൾ ടെർമിനേറ്റർ ഫിലിമൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ്, തകർന്നു പോയി. അവനെ ഇട്ടിച്ച് ലേസർ ബോംബ് കൊണ്ട് അടിച്ച് തകർത്ത് കഴിഞ്ഞിട്ട് ടെർമിനേറ്ററിൻ്റെ ആ റോബോട്ട് ഇങ്ങനെ തകർന്നിട്ട് തുള്ളിയായിട്ട് ഇങ്ങനെ മെർക്കുറി തുള്ളിയായിട്ട് കിടക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ മെർക്കുറി തുള്ളികളെല്ലാം കൂടി തമ്മിൽ ചോദിച്ച് ആ ടെർമിനേറ്ററായിട്ട് പിന്നെയും വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾ തകർന്നു പോയാൽ ഒരാളെ തിരിച്ച് പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് സ്റ്റാറ്റസ് ലോയിങ് എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ജോത്സൻ അത് കേട്ടിട്ട് പറഞ്ഞ് ബിബിൻ ഡോക്ടറിനോട് പറയും, നമ്മൾ ഡോക്ടേഴ്സാണ്, പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്താൽ നമ്മളുടെ മെറിറ്റിലല്ലാതെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഗ്രേസിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് സ്റ്റാറ്റസ് ലോയിങ്ങിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഗ്രേസ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ലോ ചെയ്യണം. അപ്പോൾ അവർ രണ്ടുപേർക്കും കൂടി, അവർ രണ്ടുപേരും നല്ല വിശ്വാസികളാണ്, അതാണ് ഏറ്റവും ബേസിക് ഗുണം. അപ്പോൾ അവരെന്ത് ചെയ്ത് ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട് നിന്നിട്ട് കൊടുക്കാൻ തുടങ്ങി. മലേഷ്യയിൽ ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി നടുറോട്ട് ഇരുന്നുകൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ, നിങ്ങൾ ഡോക്ടറല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ ഒരു ചെയ്യുക. ഇതൊക്കെ നമ്മൾ റീസണല്ല ഉപയോഗിക്കണം. സയൻറ്റിഫിക് മേഖലയല്ല വർക്ക് ചെയ്യണത്, ശാസ്ത്രം പറയണതല്ലേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഡോക്ടേഴ്സൊക്കെ വന്നു വെച്ചാൽ ഇവരോട് പറയും, നിങ്ങളിത് വിഡ്ഢിയാന്മാരെ, എന്തെങ്കിലും ഇത്രയും അധപ്പതിച്ച
എന്താ കാര്യം? ഇതിങ്ങനെ ഒരു വിവരമില്ലാത്തവന്മാരല്ലേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ സ്ക്രൂ കയറ്റിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. എൻ്റെ ക്ലാസ് അവർക്ക് കൃത്യമുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ വരണം. അതായത് ദൈവം നോക്കണത് എങ്കിലും നീ എൻ്റെ നാമത്തെ, ആൾക്കാരിങ്ങനെ ഓരോ തോന്നിവാസമൊക്കെ പറഞ്ഞ് നമ്മൾ ഇടിച്ചു താത്താൻ നോക്കി നമ്മളെ എങ്കിലും ടേക്ക് ദ ബെഡപ്പ്. വെളിപാട് 3:8. വെളിപാട് 3:8. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. കണ്ട, അതാ വിഷയം. നോക്കി, വെളിപാട് 3:8 എന്താണ്? ഒന്നേറ്റ് പറഞ്ഞ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. കൈയടിച്ചട്ടെ, ശ്രദ്ധിക്കട്ടെ. പെട്രോൾ കത്തി ആക്സിഡന്റ് ഉണ്ടാകും. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് എടുത്തു നോക്കിയപ്പോൾ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ മുഖം വെറുതെ പിളർന്നു പോയി. 2 കുട്ടികളുടെ കാലും കുറെ പേർക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഈ മരിച്ച 19 പേരാണ് മരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് പലർക്കും കാര്യമായിട്ടുള്ള ആക്സിഡന്റും പറ്റി. പക്ഷേ നമ്മുടെ കുഞ്ഞിന് മറ്റുള്ളവരുടെ ആക്സിഡന്റിൽ സഹതാപമുണ്ട്, അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു ചെറിയ പോറൽ പോലും ഇല്ലാണ്ട് ഞങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു. ഇത് പരിശുദ്ധ അമ്മയുടെ മാത്രം കൃപയാണ്. അല്ലെങ്കിലൊന്നും നമുക്കും നമ്മുടെ മക്കൾക്കൊന്നും അങ്ങനെ വലിയ വിശുദ്ധിയിൽ ജീവിക്കുന്നവരല്ല, നമുക്ക് അപകടം സംഭവിക്കാം. പക്ഷെ അമ്മയും ഈശോയുമാണ് എൻ്റെ മകനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. 33 വയസ്സായി. അപ്പോൾ ഞങ്ങൾക്ക് അവനെ ജീവനോടെ തന്നത് അമ്മയാണ്. അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ അതിലും വലിയൊരു സാക്ഷ്യമുള്ളത് എൻ്റെ ജീവിത പങ്കാളി. അദ്ദേഹം, ഞാൻ കൃപാസനത്തിലേക്ക് 2008 തുടങ്ങി വരുന്ന ആളാണ്. അപ്പോൾ പോരുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഒരു കാര്യം ചെയ്യും, കൃപാസനത്തിൽ ഒരു 2 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ തന്നെ താമസിച്ചോളുക. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം വരും. ഞാൻ പറയും, ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടിയല്ലല്ലോ, നമുക്കും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ ജനത്തിനും വേണ്ടിയാണ്. അപ്പം അതിനെ എനിക്ക് സന്തോഷത്തോടെയല്ലേ പറഞ്ഞു വിടേണ്ടത്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ബാധിച്ചിരുന്നില്ല. പക്ഷെ വഴക്കൊന്നും ഇങ്ങനെ പറഞ്ഞു വിടും. ഞാനതൊന്നും ശ്രദ്ധിക്കില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ, നമുക്ക് സ്ത്രീകൾക്ക് ചില നാക്കുണ്ട് ഭർത്താക്കന്മാരോട് നയമായിട്ട് പെരുമാറാൻ. എൻ്റെ ഹസ്ബൻഡ് ഒരു പോലീസുകാരനും കൂടിയാണ്. അപ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ നയമായിട്ട് എങ്ങനെ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് അവിടെ നിന്ന് പോരാമെന്ന് എനിക്കറിയാം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനൊരു കോൾ ചെയ്യും, ഞാൻ കൃപാസനത്തിലുണ്ട് കേട്ടോ, അപ്പോൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. പക്ഷെ ഒന്നും പറയില്ല അദ്ദേഹം. ചെല്ലുന്നത് ചിലപ്പോൾ 8 മണിക്കൊക്കെ ആയിരിക്കും. അന്ന് ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞ് രാവിലെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് വഴക്ക് പറഞ്ഞാലും ഇവിടെ എനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ഞാൻ പ്രാർത്ഥിക്കും, എന്തെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. കാരണം അദ്ദേഹത്തിന് പരിശുദ്ധമേ അറിയണം ഞാൻ എന്തിനാണ് വരുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ തമാശയായിട്ട് ചിന്തിക്കുന്നതാണ്, അദ്ദേഹത്തിനൊന്ന് മനസ്സിലാക്കണമല്ലോ ഈശോയെ. അങ്ങനെ ഇരുന്ന സമയത്താണ് അദ്ദേഹത്തിന് 2014 ഒരു പ്രോസ്റ്റേറ്റിന് ഒരു സർജറി ചെയ്യേണ്ടി വന്നു. അന്ന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് ജോസഫ് ചമ്പന് കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും 2022 സാധാരണ പ്രോസ്റ്റേറ്റ് പുരുഷന്മാർക്ക് ഒരു തവണ ചെയ്താൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും PSA കൂടി, അതായത് അറിയാൻ പറ്റും ക്യാൻസറുമായി ബന്ധപ്പെട്ട അതിൻ്റെ കോശങ്ങളുടെ അളവ് കൂടി. അതൊരു 5 വരെ വരാൻ പാടുള്ളൂ. ഇദ്ദേഹത്തിന് 8.44 വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു മുഴയുണ്ട്, അത് നമുക്കൊന്ന് ബയോപ്സിക്ക് അയക്കണം. അദ്ദേഹം അപ്പോഴും പേടിച്ചൊന്നുമില്ല കേട്ടോ, അദ്ദേഹത്തിന് ധൈര്യമായിരുന്നു. എൻ്റെ ഉടമ്പടി തൈലവും എല്ലാം അദ്ദേഹം ഉപയോഗിക്കും, ധൈര്യമുണ്ട്. എന്നാലും അങ്ങോട്ട് എൻ്റെ കൂടെ അങ്ങ് സഹകരിക്കുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. നമ്മുടെ അലക്സാണ്ടർ അച്ഛനും ജോസഫ് അച്ഛനും അത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പിന്നെ നമുക്ക് ഭയപ്പെടണ്ടല്ലോ. നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഈശോയും പരിശുദ്ധാമ്മയ്ക്കും ഏറ്റവും അടുത്ത് സന്ദേശങ്ങൾ ലഭിക്കുന്ന വൈദികര്, ജോസഫ് അച്ഛനെ പോലെയുള്ള നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ധൈര്യമായിട്ടാണ് സർജറിക്ക് പോയത്. പക്ഷെ മഹാഭാഗ്യം കൊണ്ട്, അമ്മയുടെ കൃപ കൊണ്ട്
ജോസഫ് അച്ഛൻ്റെയും മൈക്കിൾ അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു 8 പീസാണ് അത് ബയോപ്സിക്ക് അയച്ചത്. ഡോക്ടർക്ക് ശരിക്കും സംശയമായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നെഗറ്റീവ് റിസൾട്ട് വന്നു. അപ്പോൾ ഡോക്ടർ ശരിക്കും അത്ഭുതപ്പെട്ട് പറഞ്ഞു, ചാൾസേട്ടാ നിങ്ങൾ മഹാഭാഗ്യമുള്ളവരാണ് കേട്ടോ. പക്ഷെ ഞാനപ്പോൾ പറഞ്ഞത്, ഡോക്ടറെ ഇത് ഞങ്ങളുടെ ഭാഗ്യമല്ല, ഡോക്ടർക്ക് അറിയോ കൃപാസനത്തിൽ കലവൂര് ഞാൻ അവിടെ പോകുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് സൗഖ്യം കിട്ടിയത്, അല്ലെങ്കിൽ ഇങ്ങനെ സൗഖ്യം കിട്ടില്ല ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പോലും ശരിക്കും അദ്ദേഹത്തിന് പോലും, അദ്ദേഹം അങ്ങനെ വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അദ്ദേഹവും അതിനെ അംഗീകരിച്ചു.